ജൂൺ 11 ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ നീതി ആയോഗിന്റെ 11ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗം നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ആദ്യമായാണ് എല്ലാ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണ വിട്ടുനിൽക്കലുകളും രാഷ്ട്രീയ ബഹിഷ്കരണങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിനു വേണ്ടി മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത യോഗമെന്നാണ് ഇതിനെ നിരീക്ഷകർ വിശേഷിപ്പിച്ചത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ വേഗത്തിലാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, കർണാടകയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, തെലങ്കാനയുടെ രേവന്ത് റെഡ്ഡി ഈ പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിനെത്തിയത് അപേക്ഷകരായിട്ടല്ല, മറിച്ച് സംഘടിത ശക്തിയായിട്ടാണ്. ഇന്ത്യയുടെ ഫെഡറലിസത്തിന്റെ വ്യാകരണം തന്നെ മാറ്റിയെഴുതിയാണ് ഈ മുഖ്യമന്ത്രിമാർ മടങ്ങിയത്. ഈ സംഘടിത ശക്തിയെ കേന്ദ്ര സർക്കാരിന് അവഗണിക്കാനാവില്ല. ഈ 4 സംസ്ഥാനങ്ങളിലുമായി 104 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതായത് ലോക്സഭയുടെ 1/5 പ്രതിനിധികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇന്ത്യയുടെ GDP-യുടെ 26% സൃഷ്ടിക്കുകയും പ്രത്യക്ഷ നികുതി വരുമാനത്തിന്റെ ഏകദേശം 30% സംഭാവന ചെയ്യുകയും ചെയ്യുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ സർക്കാരുകളെ നയിക്കുന്നവർ, പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര ഭരണ സഖ്യത്തിന്റെ ഭാഗമല്ല. പരാതികളുടെ പട്ടികയുമായല്ല ഇവർ ഡൽഹിയിലേക്ക് വന്നത്, മറിച്ച് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തോടെയാണ്. ബോധപൂർവമായി സൃഷ്ടിച്ചെടുത്ത സ്വാധീന ശക്തിയായിരുന്നു അത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയം പ്രതിഷേധ ശബ്ദത്തെ അധികാരമായി തെറ്റിദ്ധരിച്ചു. പ്രാദേശിക നേതാക്കൾക്ക് പലപ്പോഴും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. പ്രതിഷേധത്തെ ഒരു മാർഗമായിട്ടല്ല, മറിച്ചൊരു ലക്ഷ്യമായിട്ടാണ് അവർ കണ്ടു. എന്നാൽ പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ ഈ രീതിയെ തകർത്തു. 4 ഹർജിക്കാർക്ക് പകരം രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരു കൂട്ടായ്മയായാണ് നേതാക്കൾ യോഗത്തിനെത്തിയത്. ഇതിലൂടെ ഒരു വലിയ സന്ദേശം, ദക്ഷിണേന്ത്യയുടെ ഐക്യ സന്ദേശമാണ് അവർ ഉയർത്തിയത്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവർ ഉയർത്തിയ പരാതി യഥാർത്ഥവും ഭരണഘടനാപരവുമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മാതൃകാ പൗരന്മാരായി. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും അനിവാര്യമായി മാറിയ ഘട്ടത്തിൽ അവർ അതിനായി പരിശ്രമിച്ചു. ജനസംഖ്യാ വളർച്ച കുറച്ചു. വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാലനത്തിലൂടെയും അവർ മാനവിക ശേഷി ഉയർത്തി. കയറ്റുമതി അധിഷ്ഠിതമായ സമ്പദ്ഘടനയും ഈ സംസ്ഥാനങ്ങൾ സൃഷ്ടിച്ചു. രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി കേന്ദ്രം കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഈ സംസ്ഥാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കി. അതിന്റെ ഫലം എന്താണ്? ജനസംഖ്യ കുറച്ചു, സാമ്പത്തിക അടിത്തറ ശക്തമായി, മനുഷ്യ വിഭവശേഷി വർദ്ധിച്ചു. എന്നാൽ ഈ വളർച്ചകളെല്ലാം ഈ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറുന്നു. അടുത്ത സെൻസസിന് ശേഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ മണ്ഡല അതിർത്തി നിർണയത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭയിലെത്തുന്ന പ്രതിനിധികളുടെ എണ്ണം കുറയും. കാരണം എന്താണ്? ഈ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കിയത് തന്നെ. ഭരണ മികവ് ഇപ്പോൾ ശിക്ഷയായി മാറിയിരിക്കുന്നു. തുല്യത കേൾക്കുന്ന ഒരു പ്രഹരമാണിത്. നേട്ടം തിരിച്ചടിയായി മാറുന്ന അവസ്ഥ വലിയൊരു വൈരുദ്ധ്യമാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ വൈരുദ്ധ്യത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പകുതി സീറ്റുകൾ, സാമ്പത്തിക സംഭാവനയുടെ അടിസ്ഥാനത്തിൽ പകുതി സീറ്റുകൾ എന്ന ഹൈബ്രിഡ് ഫോർമുലയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിലൂടെ ഒരു പ്രാദേശിക ആശങ്കയെ ഭരണഘടനാപരമായ ചോദ്യമായി അദ്ദേഹം ഉയർത്തുന്നു. ഏതൊരു ഫെഡറൽ ജനാധിപത്യ സംവിധാനവും നേരിടേണ്ട ഭരണഘടനാപരമായ ചോദ്യം. ഇത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഉയർത്താൻ ശേഷിയുള്ളവരാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഈ ഭരണാധികാരികളെല്ലാം. വി.ഡി. സതീശനും ഡി.കെ. ശിവകുമാറും സി ജോസഫ് വിജയുമെല്ലാം നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ വിജയം സ്വന്തമാക്കി തികച്ചും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അധികാരത്തിലെത്തിയവരാണ് ഈ നേതാക്കളെല്ലാം. രാജ്യത്തെ സമകാലിക കുതിരക്കച്ചവട രാഷ്ട്രീയത്തിൽ വേറിട്ട തുരുത്തുകളായി അവർ നിലനിൽക്കുകയും ചെയ്യുന്നു. ദേശീയ സഖ്യത്തിന്റെ കാഴ്ചപ്പാട് ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പാർട്ടി എന്നതാണ്. നാനാത്വത്വം മുഖമുദ്രയായ ഇന്ത്യയിൽ ഇത് വലിയൊരു പ്രഹസനം തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യം നേടാൻ ദേശീയ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നവർക്ക് കഴിയില്ല. കാരണം ബഹുസ്വരത തന്നെയാണ് ഈ രാജ്യത്തിന്റെ കരുത്ത്. ദക്ഷിണേന്ത്യൻ ഭരണ രാഷ്ട്രീയ ക്രമം പറയുന്നതും അതുതന്നെയാണ്. പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിൽ ആഴത്തിൽ വേരോടിയ ദ്രാവിഡ പാർട്ടികളെയെല്ലാം നിഷ്പ്രഭരാക്കിയാണ് കന്നിയംഗത്തിൽ വിജയ് അധികാര കസേരയിലെത്തിയത്. പുതിയൊരു രാഷ്ട്രീയ സമീപനത്തിന്റെ വിജയമാണിത്. ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ തേരോട്ടം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞു.